SFI നേതാക്കൾ ലഹരിക്കടിമയാണെന്നും പരിശോധന നടത്തിയാൽ അത് വ്യക്തമാകുമെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പറഞ്ഞത്. അധിക്ഷേപമാണ്. ഒന്ന്, ഈ മോഹനൻ കുന്നുമൽ എന്ന കേരള സർവകലാശാലയുടെ താൽക്കാലിക VC-യുടെ മനോനില പരിശോധിക്കണം. അദ്ദേഹത്തെ അടിയന്തരമായി വൈദ്യശാസ്ത്രത്തിൻ്റെ മനോരോഗ വിദഗ്ധൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ ലോക് ഭവന് കഴിയണം. ലോക് ഭവനാണല്ലോ ഇദ്ദേഹത്തെ കെട്ടി ഇറക്കിയിട്ടുള്ളത്. യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത കേരള സർവകലാശാല പോലെ രാജ്യത്തെ തന്നെ NIRF റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയുടെ VC-ആയി ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒട്ടനവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിൽ വന്നമർന്നിരുന്ന് RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കി RSSൻ്റെ തൊഴുത്തിൽ കെട്ടിയിടാൻ ഈ രാജ്യത്തെ തന്നെ പ്രീമിയറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും അതിനോട് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. അതവരുടെ അവകാശമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകിയിട്ടുള്ള അവരുടെ അവകാശമാണ്. ആ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ സർവകലാശാലയിലെ ഓരോരോ മേഖലയിലും പരീക്ഷാ വിഭാഗം, അതിൻ്റെ സെനറ്റ്, സിൻഡിക്കേറ്റ്, സർട്ടിഫിക്കറ്റ് വിഭാഗം, ഇതൊക്കെയും അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇവർ ആ സർവകലാശാലയുടെ ആസ്ഥാനത്തിരുന്ന് നടപ്പിലാക്കുന്ന തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്തതാണോ വിദ്യാർത്ഥികൾ ചെയ്ത കുറ്റം? എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഇദ്ദേഹം നടപ്പിലാക്കിയിരിക്കുന്നത്? കേരളത്തിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കെതിരെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയും ഈ പറഞ്ഞതുപോലെ ലഹരിക്കടിമകളാണെന്ന് പറഞ്ഞത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? ഈ തെറ്റായിട്ടുള്ള സമീപനം ഉയർത്തിപ്പിടിക്കുന്ന മോഹനൻ കുന്നുമലിനെ അടിയന്തരമായി ആ സ്ഥാനത്ത് നിന്ന് നീക്കണം. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്ന ഒരു സുപ്രധാനമായ ഭാഗം, മനോനില തെറ്റിയിട്ടുണ്ടെങ്കിൽ മനോനില തെറ്റിയിട്ടുള്ള VC-മാരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക്, അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ള ആൾക്ക് പ്രത്യേകമായി അധികാരമുണ്ട്. ഇത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. ഈ കേരളത്തിൽ സർവകലാശാലയിൽ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഇല്ലാത്ത യോഗ്യതകളെ ഉയർത്തിക്കാണിച്ച് RSSകാരെ തിരികെ കയറ്റി. ഹൈക്കോടതി എടുത്ത് പുറത്തിട്ടു അവരെ. ഞങ്ങൾ സമരം നടത്തി. സമരത്തിൻ്റെ തുടർച്ചയിൽ അവിടെ RSSൻ്റെ അടയാളം കൊണ്ടുവച്ച് ഗവർണറെ കൊണ്ടുപോയി ഇരുത്തി RSSൻ്റെ അടയാളങ്ങൾ വെച്ച് പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങളതിനെ എതിർത്തു. അവിടുത്തെ അന്നത്തെ രജിസ്ട്രാറെ യാതൊരുവിധ കാരണവുമില്ലാതെ അതിൻ്റെ പേരിൽ പുറത്താക്കി. ഇതിനെതിരെ സമരം ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? അവിടുത്തെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടിയതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തുന്നില്ല, സർട്ടിഫിക്കറ്റുകൾ ആയിരക്കണക്കിന് എണ്ണം ബാക്കിയാകുന്നു. ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാവാത്ത മോഹൻ കുന്നുമലിനെതിരെ സമരം ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? ഒരു സർവകലാശാല യൂണിയൻ എന്ന് വെച്ചാൽ ആ സർവകലാശാലയിലെ 200ഓളം വരുന്ന UUC-മാർ, അതിൻ്റെ അർത്ഥം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു യൂണിയനെ യാതൊരുവിധ കാരണവുമില്ലാതെ റദ്ദ് ചെയ്തു. ആ നടപടിയും ഹൈക്കോടതി എടുത്ത് തൊട്ടിൽ കളഞ്ഞു. ഇതിൻ്റെയൊക്കെ തിരിച്ചടികൾ മുഖത്തേറ്റതിൻ്റെ പ്രഹരത്തിൻ്റെ വേദനയുണ്ടെങ്കിൽ ആ വേദന കൊണ്ടുപോയി കരയേണ്ടത് ലോക് ഭവനിലിരിക്കുന്ന ആർലേക്കറിൻ്റെ മുന്നിലാണ്. ഞങ്ങളോട് വേണ്ട. ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ഞങ്ങളുടെ പൈതൃകത്തെയും ഞങ്ങളുടെ സംസ്കാരത്തെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലും അച്ഛനമ്മമാരുണ്ട്. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരെല്ലാം ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും SFI വിജയിക്കുന്നത് ഏറ്റവും നല്ല മാതൃകാപരമായ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും ഈ കാലഘട്ടത്തിനനുസൃതമായി സമചിത്തതയോടുകൂടി ശാസ്ത്രീയ നയസമീപനങ്ങളോടുകൂടി ഈ സമൂഹത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ വിശ്വാസമാണ് SFI. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ പ്രവർത്തകരുടെയും ഞങ്ങളുടെ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും വീടുകളിൽ നിന്ന് കടന്നു വരുമ്പോൾ അവർ SFIയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുന്നവരാണ്. കാരണം ഒരുവിധ തെറ്റായ ചെയ്തികൾക്കും SFI നേതൃത്വം കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾ സമരം നടത്തുന്നതിൻ്റെ പേരിൽ ആ സമരത്തെ പേടിച്ചിട്ട് ഇങ്ങനെ വിദണ്ഡവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം മോഹൻ കുന്നുമൽ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരണം. യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കെന്താ മനസ്സിലാവുന്നത്? സെനറ്റിലും സിൻഡിക്കേറ്റിലേക്കും തിരികെ കയറ്റിയിട്ടുള്ള RSSകാർ RSSൻ്റെ നയസമീപനങ്ങൾ നടപ്പിലാക്കാൻ സർവകലാശാലയിൽ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്ന SFI, ആ SFIയെ ഏത് വിധേനയും ഇല്ലാതാക്കണം. ഈ വിമർശനം KSUവിനോടില്ലല്ലോ, ഈ വിമർശനം MSFനോടില്ലല്ലോ, ഫ്രട്ടേണിറ്റിയോടില്ലല്ലോ. കാരണം എന്താ? അവർക്ക് നിശബ്ദതയാണ്. ഞങ്ങൾ നിശബ്ദരാവില്ല. ഒരു കാരണം വെച്ചാലും മോഹൻ കുന്നുമലിൻ്റെ മുന്നിൽ മുട്ടുമടക്കില്ല. മോഹൻ കുന്നുമൽ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ഷമ ഞങ്ങളങ്ങ് മറക്കും. സ്വാഭാവികമായും ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മോഹൻ കുന്നുമലിൻ്റെ റൂമിലേക്ക് കടന്നു വരേണ്ടതായി വരും. ഈ നിലയിൽ തെറ്റായ വിധത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ വെല്ലുവിളിക്കുകയാണ് മോഹൻ കുന്നുമലിനെ. എന്ത് തെളിവാണുള്ളത്? തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണം.
എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്ത സമരത്തിൽ പങ്കെടുത്തവർക്ക്, ആ സമരം ചെയ്തവർക്കൊക്കെയും ഈ നിലയിൽ തെറ്റായ നിലയിൽ സാമൂഹ്യ അന്തരീക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നും അവർ ഈ നാടിനെതിരാണെന്നും പറയാൻ എന്തധികാരം? RSS ആണ് ഈ നാടിനെതിരെ. RSSും സംഘപരിവാറും മോഹൻ കുന്നുമലുമാണ് വിദ്യാർത്ഥി വിരുദ്ധൻ. ആ വിദ്യാർത്ഥി വിരുദ്ധൻ്റെ സർട്ടിഫിക്കറ്റ് SFIക്ക് വേണ്ട, അത് മടക്കി കീശയിൽ വെച്ചേക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മോഹൻ കുന്നുമൽ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അടിയന്തരമായി താൽക്കാലിക VCയിൽ നിന്ന് ഇദ്ദേഹം മാറണം. ഇദ്ദേഹം ഏറ്റവും അവസാനം പുറത്തിറക്കിയ ഒരു പ്രസ്താവന കൂടിയുണ്ട്, ഒരു ഓർഡർ കൂടിയുണ്ട്. സർവകലാശാല യൂണിയനും കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിയനുകളും സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വിളിക്കുന്ന യൂണിയൻ പരിപാടികൾക്ക് വിളിക്കുന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ നേരത്തെ സർവകലാശാലയിൽ അറിയിച്ച് VCയുടെ പെർമിഷൻ വാങ്ങണം. അതൊക്കെ എടുത്ത് തോട്ടിൽ കളഞ്ഞേക്കണം. അതൊന്നും ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. മോഹൻ കുന്നുമൽ ഇത് കേൾക്കുമെങ്കിൽ പ്രത്യേകം കേട്ടുകൊള്ളുക. ആ നിലയിലേക്കൊന്നും പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നില്ല. തെറ്റായ നിലയിൽ RSSന് ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ മതനിരപേക്ഷവാദികൾ, ജനാധിപത്യവാദികൾ, വർഗീയതയില്ലാത്ത നല്ല പച്ച മനുഷ്യർ, അവർ സർവകലാശാല യൂണിയൻ്റെ പരിപാടിയിൽ ഇടപെടണ്ട എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ്റെ പരിപാടിയിൽ ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾ, ഭരണഘടനാ പ്രകാരം ജീവിക്കുന്ന മനുഷ്യർ ഇടപെടേണ്ട, അല്ലെങ്കിൽ അവർ വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട, അവർ വന്ന് സംസാരിക്കേണ്ട എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണ്? സർവകലാശാല യൂണിയനും കോളേജ് യൂണിയനും ഒക്കെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നതാണ്. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിലയിൽ ആരെയൊക്കെ വിളിക്കാൻ കഴിയുമോ അവരെയൊക്കെ വിളിച്ചു ചേർത്ത് തന്നെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ പിപ്പിടിയൊന്നും കാണിച്ച് വിദ്യാർത്ഥി സംഘടനയെ പേടിപ്പിക്കാൻ നോക്കണ്ട. യാതൊരു വിധത്തിലുള്ള പുറകോട്ട് പോക്കും ഉണ്ടാകില്ല. ശക്തമായ സമരം അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. മോഹൻ കുന്നുമൽ അടിയന്തരമായി വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം നേടുക. മനോനിലക്കുണ്ടായിട്ടുള്ള ക്ഷതത്തെ, മനോനിലക്കുണ്ടായ പ്രശ്നത്തെ ആ നിലയിൽ കാണുക. പിന്നെ RSSനോട് നന്ദി സൂചകമായി എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ ആ നന്ദി അവരോട് കാണിക്കുക. ഞങ്ങളുടെ മെക്കിട്ട് കയറി കാണിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി SFI ശക്തമായ നിലയിൽ സർവകലാശാലയിൽ ഇടപെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ സർവകലാശാല യൂണിയനെ പോലും റദ്ദ് ചെയ്ത ആളാണ് മോഹൻ കുന്നുമൽ. എന്താണ് അതിന് കാരണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ റദ്ദ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മോഹനൻ കുന്നുമൽ എന്ന 1-ാം നമ്പർ സംഘി, ആ സംഘി ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുക. അതിനാവശ്യകരമായിട്ടുള്ള ഇടപെടൽ, ഈ പറഞ്ഞ ലോക് ഭവൻ, ഈ പറഞ്ഞതുപോലെ ഇൻസാനിറ്റി നേരിടുന്ന ഒരു മനുഷ്യൻ, സ്വാഭാവികമായും മനോനില തെറ്റിയിട്ടുള്ളൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും സർവകലാശാലയെ തകർക്കും. ആ തകർക്കുന്ന നിലപാടുമായി ഇനിയും അദ്ദേഹം ഇടപെടും എന്നാണെങ്കിൽ ആ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. കേരളം പോലുള്ളൊരു പുരോഗമന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ സർവകലാശാല VC ആയിക്കൂടാ. അദ്ദേഹത്തിന് യോഗ്യതയുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇതിന് മുൻപുള്ള VCമാരെ നമ്മൾ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഗവേഷക പ്രബന്ധങ്ങൾ, ഏറ്റവും കൂടുതൽ പഠനങ്ങൾ പുറത്തു വരുന്ന സർവകലാശാലയാണ് കേരള സർവകലാശാല. ആ സർവകലാശാലയിൽ നിന്ന് H ഇൻഡെക്സും ഏറ്റവും കൂടുതൽ തിസീസും ഡോക്ടറൽ തിസീസൊക്കെ ഉള്ള ആളുകളാണ് അതിൻ്റെ VC ആകാറ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ആളാണ് മോഹൻ കുന്നുമൽ. യാതൊരുവിധ യോഗ്യതയുമില്ല VC ആവാൻ. യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ആൾ VC ആയാൽ സ്വാഭാവികമായും എന്താ സംഭവിക്കുക? യോഗ്യതയില്ലാത്ത ആൾ VC ആയി കഴിഞ്ഞാൽ ആ സർവകലാശാല മുച്ചോട് മുടിയും. ആ നിലയിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രാറെ പുറത്താക്കുന്നു, പരീക്ഷകൾ വൈകിപ്പിക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ വൈകിപ്പിക്കുന്നു, സെനറ്റിലും സിൻഡിക്കേറ്റിലും ജാതി മത ഭ്രാന്തന്മാരെ തിരികെ കയറ്റുന്നു. അങ്ങനെ ജാതിയും മതവും വിളിച്ചു പറയുന്നവന്മാരെ സർവകലാശാലയുടെ മുന്നിൽ കൊണ്ടുപോയി കുത്തി നിർത്തുന്ന ഈ നിലപാടിൽ നിന്ന് അവർക്കെതിരെ സമരം ചെയ്യുന്നതാണ് ഞങ്ങളോടുള്ള ദേഷ്യം. ആ സമരം ഞങ്ങൾ തുടരും. ദേഷ്യം കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കൊള്ളട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഏതോ RSSൻ്റെ പരിപാടിയിൽ പോയിരുന്നാണ് ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവിടെ RSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ RSS? അത് പറയണമല്ലോ. മോഹൻ കുന്നുമൽ ഇന്ന് മുന്നോട്ട് വെക്കുന്ന RSS എന്താ? രാജ്യത്തെ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ, ഗുജറാത്തിൽ 10,000-കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയ, ഉത്തർപ്രദേശിലും രാജ്യത്തെ 20ഓളം പ്രദേശങ്ങളിൽ നേരിട്ട് കലാപം നടത്തിയിട്ടുള്ള RSS ആണോ രാജ്യത്തിന് മാതൃക? ഈ സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ എത്ര കലാപങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു, എത്ര മനുഷ്യരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ സീന് പോലും കണ്ടിട്ട് പൊള്ളിയവരാണവർ. അതുകൊണ്ട് ഏറ്റവും വലിയ വർഗീയ വിരുദ്ധർ, മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ളവരുടെ ഒരു ഉപദേശവും SFI സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല അത് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുന്നു എന്നുള്ളതാണ് SFIക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്.